ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ അത്തായ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെൻ്റെ അന്നത്തെ മുഴുവനുള്ള വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം പെൽച്ചക്കൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായത് ഇഡ്ഡലിയും ഇറച്ചിക്കറിയും പിന്നെ ഇറച്ചി ഫ്രൈ ആണ് കേട്ടോ. ഫ്രൈ സുക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പണീൻ്റെ കോളെല്ലാം ഉണ്ടായി കേട്ടോ. നല്ല മേലും കൈയെല്ലാം നല്ല വേദന ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ മാത്രം എടുത്ത് കുടിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ മാത്രം കുടിക്കാനും പറ്റില്ല. പിന്നെ എനിക്ക് പനി വന്ന് പറഞ്ഞാൽ ഞാൻ വേഗം തളറും കേട്ടോ. ഒരു പനിക്കെല്ലാം ഞാൻ വേഗം തളറും. അപ്പം അത് തളരാതിരിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് മാത്രമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കുട്ടികളുടെ ഒന്ന് റേഷൻ കാർഡിലേക്ക് ചേർത്താനുള്ള കാര്യമുണ്ടായി. അപ്പോൾ അതിനെല്ലാം പോയിട്ട് വരുമ്പോൾ ഒരു 12-1 മണിയൊക്കെ ആയിട്ട് പിന്നെ വന്ന് കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഒരു ലേശം നേരം ഉറങ്ങി എണിച്ചിട്ടാകുമ്പോഴത്തേനും മോള് റെഡി ഉണ്ടായിട്ടോ. കുറച്ച് നേരം ഉറങ്ങുമ്പോഴത്തേനും 4 മണിയായി കിട്ടും. എത്ര പെട്ടെന്ന് ഒരു ദിവസമൊക്കെ പോയി കിട്ടുന്നത്. അപ്പം മോള് വരുമ്പോൾ കറക്റ്റ് മോള് വരുന്ന ടൈമിന് എനിക്കൊരു ഓർഡർ ഞാൻ ഫ്ലിപ്കാർട്ടിലൊന്ന് ഓർഡർ ആക്കിയത് വന്നിട്ടുണ്ടായിട്ടോ. ഇത് കട്ടിംഗ് ബോർഡാണ്, ചോപ്പിംഗ് ബോർഡ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. 280 റുപ്യ എന്തോ 280 റുപ്യാണ്. നല്ല അത്യാവശ്യം ഗട്ടിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അതിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. എൻ്റെ അമ്മായി പറഞ്ഞു ഇത് ജാരി പോകാണ്ടാവും തരക്കാരികളെല്ലാം മുറിക്കുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ഞാനൊന്ന് ഒരു ആലുഗഡ്ഡയെല്ലാം ഒന്ന് മുറിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ നല്ല ഉണ്ട്. 280 റുപ്യക്ക് ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. ഒരു അത്യാവശ്യത്തിനുള്ള ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തി പരത്താൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പനീൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് മേലും കൈയെല്ലാം വേദന എടുത്തിട്ട് എനിക്ക് ഒന്നിനും ഒരു മൂഡില്ല ഇന്ന്. ഒരു സാധനം ഉണ്ടാക്കാനുള്ള മൂഡ് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ മക്കളും കുട്ടികളെല്ലാം നോമ്പ് പിടിച്ചിക്കല്ലേ. ഞാൻ വൃത്തിയായെങ്കിൽ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാം. പക്ഷെ എല്ലാവരും പേരിൽ നോമ്പ് പിടിച്ചപ്പോൾ എന്തെങ്കിലും ആക്കന്നെ വേണം. അപ്പോൾ ഞാൻ എന്താക്കി പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവൊക്കെ കലക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നേന്ത്രവായൊക്കെ കിട്ടില്ല കേട്ടോ. ഇവിടെ മാമൂലി ഇവിടുത്തെ വായൊക്കെയാണ് കിട്ടൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. നേന്ത്രപ്പഴം ഇവിടെ കിട്ടുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ നേന്ത്രപ്പഴം കിട്ടിയിട്ട് ഞങ്ങൾ പഴംപൊരി ആക്കലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പഴത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പം പഴംപൊരി ഉണ്ടാക്കിയാലും അത് അത്ര ഒരു ക്രിസ്പി ആയിട്ടൊന്നും വരില്ല, ഭയങ്കര മെത്തനായിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു യൂട്യൂബിലൊരു ഇത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് ഈസ്റ്റും കുറച്ച് അരിപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഇതാക്കി പറഞ്ഞാൽ കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. പക്ഷെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായി, നല്ല വണ്ണം വെച്ചിട്ടുണ്ടായി പഴംപൊരി കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്താക്കി ഇത് സാധനം വാങ്ങുമ്പോൾ ഞാൻ ഒരു അമൂൽ പിസ്സ പറഞ്ഞിട്ടൊന്ന് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ അന്ന് കൊടുന്നപ്പം തുടങ്ങിക്കുന്നത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ലൈറ്റായിട്ട് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞേ. പക്ഷേ പഴംപൊരി എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ വേണമെന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തു. ഇതിലൊരു 100-100 20 മാർക്ക് കൊടുക്കാത്ത തന്നെ അങ്ങനത്തെ ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ. തിന്നാനൊക്കെ അത്രക്കൊരു രുചിയൊന്നുമില്ല. ഒരു ഉപ്പും പുളിയും എല്ലാം ഒരു തീരെ ഇല്ലാത്ത പോലെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പിസ്സൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ തരക്കാരിയെല്ലാം കട്ടിങ് ചെയ്തിട്ടോ. പിന്നെ ഈ കൊല്ലത്തെ നോമ്പ് എത്ര പെട്ടെന്ന് 5 നോമ്പ് പോയി കിട്ടിയതാട്ടോ. അൽഹംദുലില്ലാ നല്ല 5 നോമ്പും ഇത്രത്തോളം ഒരു കുഴപ്പമില്ലാതെ പോയി കിട്ടി. ഇനി 30 നോമ്പും ഇനി ബാക്കിയുള്ള 25 നോമ്പും ഇങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് ദുആ ചെയ്യാം. അങ്ങനെ നോമ്പ് തുറക്കലിൻ്റെ പരിപാടികളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം ആക്കി വെക്കും. എൻ്റെ മോൾ കൊണ്ടിട്ടെല്ലാം ടേബിളിൽ സെറ്റാക്കും. എൻ്റെ മോൾക്ക് അതാണ് കേട്ടോ ഡെയിലി പണി. പിന്നെ ജ്യൂസിനെല്ലാം ഒരു കയ്യിലിട്ട് കൊടുത്താൽ മതി, ഓളിങ്ങനെ കലക്കും. പഞ്ചസാര ഇട്ട് കൊടുത്താൽ കലക്കും. ഓൾക്ക് അങ്ങനത്തെ പണിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് അൽക്കുലത്ത് പണികളെല്ലാം ചെയ്യാറുണ്ട് ഓൾക്കതിലെല്ലാം. അപ്പോൾ എന്താ പറയുക, എനിക്ക് മാഷാ അല്ലാ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് മെയിനായിട്ട് എനിക്ക് എഴുതിച്ച് അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.